ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടിയത് ആരാധകർ ഒന്നടങ്കം ആഘോഷമാക്കിയ ഒരു കാര്യമായിരുന്നു. കാരണം നെയ്മർ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഇല്ലായിരുന്നു. പക്ഷേ അവസാന നിമിഷം കാർലോ ആഞ്ചലോട്ടി നെയ്മറെ ഉൾപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് നെയ്മർ തൻ്റെ 4ാമത്തെ വേൾഡ് കപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. 2014 നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിൽ അരങ്ങേറ്റം നടത്തിയത്. 2018 വേൾഡ് കപ്പും 2022 വേൾഡ് കപ്പും നെയ്മർ കളിച്ചു. ഇപ്പോൾ 2026 വേൾഡ് കപ്പിനുള്ള ടീമിൽ ഇടം നേടി. ഇങ്ങനെ 4 വേൾഡ് കപ്പുകളുടെ ഭാഗമായ ബ്രസീലിയൻ താരങ്ങൾ അത് വളരെ കുറവാണ്. 9 താരങ്ങളാണ് ഉള്ളത്. അതായത് ഇതിഹാസങ്ങളുടെ പട്ടികയിലേക്കാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ നടന്നു കയറിയിട്ടുള്ളത്. 4 വേൾഡ് കപ്പുകളുടെ ഭാഗമായ 9 താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരാൾ തിയാഗോ സിൽവയാണ്, ബ്രസീലിയൻ ഇതിഹാസമാണ്. അതുപോലെ തന്നെ പെലെ 4 വേൾഡ് കപ്പുകളുടെ ഭാഗമായിട്ടുണ്ട്. റൊണാൾഡോ നസാരിയോ, കഫു, അതുപോലെ തന്നെ ഡാൽമ സാന്റോസ്, നിൽട്ടൺ സാന്റോസ്, കാസ്റ്റിൽഹോ, എമേഴ്സൺ ലിയാവോ, ഇത്രയും താരങ്ങളാണ് 4 വേൾഡ് കപ്പുകളുടെ ഭാഗമായിട്ടുള്ളത്. അവരുടെ കൂട്ടത്തിലേക്കാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ കടന്നു ചെല്ലുന്നത്. 3 വേൾഡ് കപ്പുകളിലും മികച്ച പ്രകടനം നെയ്മർ നടത്തിയിട്ടുണ്ട്. ആകെ 13 മത്സരങ്ങളാണ് വേൾഡ് കപ്പുകളിലായിക്കൊണ്ട് നെയ്മർ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 8 ഗോളുകളും 4 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വേൾഡ് കപ്പ് കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിരാശാജനകമായ കാര്യമാണ്. ഇത്തവണ അതിന് അറുതി വരുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.